ശ്രീനിയുടെ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം. എന്നെ ഒരു 6 മാസം മുമ്പ് വിളിച്ചു, ചുമ്മാ വിളിച്ചാൽ ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പഴയ ആൾക്കാരെയൊക്കെ വിളിക്കണം എന്ന് തോന്നി, അങ്ങനെ വിളിച്ചു. അപ്പോൾ പ്രിയൻ ചെന്നിട്ട് ശ്രീനിയുടെ തോന്നി താൻ ഈ സ്ക്രിപ്റ്റിനും കൂടെ സഹായിക്കണം. അപ്പോൾ പ്രിയ ശ്രീനി എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാറുണ്ടെങ്കിൽ അത് അഭിനയിക്കാൻ വേണ്ട, അഭിനയിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഒരാൾ. പിന്നെ തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരക്കഥ പ്രിയൻ, ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട്, ഇവർ രണ്ടുപേരും വിളിച്ചത്. അതാണ് ഏറ്റവും വലിയ ഹിറ്റായത്. അവരുടെ എല്ലാ സിനിമകളും മിക്കവാറും ടി.പി. ബാലഗോപാലൻ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. അത് കാണാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീനിക്ക് പകരം വെക്കാൻ ശ്രീനിയെ തല്ലിക്കൊന്നാലും ശ്രീനി നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന പരിപാടി മമ്മൂക്ക എൻ്റെ അടുത്ത് പറയുന്നത്, എടാ റോളൊക്കെ ഫിക്സ് ആയതാണ്, ശ്രീനിക്ക് ഒരു റോള് അപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ അകത്തൊരു റോള് ശ്രീനിക്ക് ഫിക്സ് ചെയ്തു. കൂത്തുപറമ്പ് വിട്ടുപോകാൻ കാര്യം പുള്ളി ഇതിനെ വിമർശിച്ച് ലോക്കലായിട്ട് അന്ന് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ചിലപ്പോൾ പുള്ളി പിൻകാലത്ത് നമ്മുടെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നളഞ്ഞ ഞാൻ പുള്ളി അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ട് പൊക്കളഞ്ഞത്. കാര്യം നമുക്കൊക്കെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രീനിയുടെ വിടവാങ്ങൽ.